യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷനാമമേ. യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷനാമമേ. നാശ ഉണ്ടാക്കും പാപനാശം വരുത്താൻ പരമേശൻ ജഗത്തിൽ മർത്യാവേഷം ധരിച്ചു വന്ന യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷനാമമേ. യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷനാമമേ. യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷനാമമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തെ ഓർത്തടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സുബോധത്തോടും ആരോഗ്യത്തോടും എൻ്റെ കർത്താവിൻ്റെ പാദപിടം ചാർന്നിരിപ്പാനും ഒരു ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. എൻ്റെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരില്ലല്ലോ കർത്താവേ. അപ്പോൾ അങ്ങ് എത്ര നല്ലവനാ, എത്ര വലിയവനാ, എത്ര വിശ്വസ്തന, മാറാത്ത ദൈവമാ, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവമാ, ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹം അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്നൊരു നല്ല ദൈവമാ. ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥന ചോദിച്ച എല്ലാ മക്കളെയും ഓർക്കുകയാണ്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും സമർപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ സകല പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ട്, അത് നിശ്ചയമാ. എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല, സകലം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന അവിടുത്തെ വചനമുണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെ നിവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഭവനത്തെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുക. അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കുകയാണ്. അവരുടെ ജോലി ഏൽപ്പിക്കുക, കുടുംബജീവിതം ഏൽപ്പിക്കുക കർത്താവേ. തന്നിരിക്കുന്ന പൈതങ്ങളെ സമർപ്പിക്കുക കർത്താവേ. അവരുടെ ഭാവി എല്ലാം കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവ്, ഹാലലി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ഇത് പരീക്ഷ കാലഘട്ടം അപ്പ. എൻ്റെ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം, ബുദ്ധിജ്ഞാനം കൊടുക്കണം, ഓർമ്മശക്തി കൊടുക്കണം, നന്നായി പഠിക്കണം, നന്നായി പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. കർത്താവ് അവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കാൻ എൻ്റെ സ്വർഗ്ഗം അവരെ കരുതിക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ലജ്ജിച്ച് പോകാൻ അനുവദിക്കല്ലേ കർത്താവേ. അവരെ ജയത്തോടെ നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, വിവിധ കോഴ്സുകളിലെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവർ, OET IELTS ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, കർത്താവെ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിക്കുന്ന നാഥാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് സഹായിച്ച് വഴി നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളുണ്ടപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവർ, ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കുന്നവർ, മെഡിക്കൽ കഴിഞ്ഞ മക്കളെ മെഡിക്കലിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടപ്പോൾ പ്രാർത്ഥനയെ ചോദിച്ചവരാപ്പ. അവിടുത്തെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണം. അവരെങ്ങും ഹാലേലിയ കർത്താവെ ലജ്ജിച്ച് പോകാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ അപ്പച്ചാ കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടച്ച് പൂർണ്ണമായും വഴിവാതിൽ തുറന്നു കൊടുത്ത് അവരെ മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ സ്തോത്രം. ജോലിയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സമാധാനത്തിലും ആരോഗ്യത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോലി കാര്യങ്ങളെ ചെയ്ത് നന്മകളെ പ്രാപിപ്പാൻ ഇടയാക്കണേ കർത്താവെ. ദൂരത്തും ചാരത്തുമായിട്ട് നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താപ്പച്ചൻ്റെ ഉള്ളംകരത്തിൽ വഹിക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചില പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിൽ ജോലി ചെയ്യുന്ന മക്കളുള്ളവരെ കർത്താവ് കരുതിക്കൊള്ളുമാറാകണം. എൻ്റെ കർത്താവ്, ഈ സമയം ഉപജീവനമാർഗ്ഗം ഇല്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറക്കണേ അപ്പം. അത്ഭുതങ്ങളെ ചെയ്യണമേ. സ്വർഗം മാനിക്കണമേ. അവരെ കരുതണമേ കർത്താവ്. എൻ്റെ സ്വർഗം മാനിക്കണം, നിശ്ചയമായും കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവിടുത്തെ സമാധാനത്താൽ ജീവിപ്പാൻ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം കൊടുത്ത് അനുഗ്രഹിച്ച മക്കളെ കർത്താവ് കാത്തോണേ അപ്പ. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അപ്പ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സംരക്ഷിക്കണമേ കർത്താവെ. മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം ഒരുക്കണമെന്നും അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ച എൻ്റെ പൈതങ്ങളെയൊക്കെ സ്വോത്രത്തോടെ നന്ദിയോടെ ഏൽപ്പിക്കുന്നു.
പൈതങ്ങളെല്ലാം ബാലപിട കൂടാതെ വളർത്തിയെടുക്കാനുള്ള കൃപയും ബലവും നന്മയും അനുഗ്രഹവും ഓരോ മാതാപിതാക്കൾക്കും കൊടുത്ത് സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയം ഹാലലി കർത്താവെ, കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവെ, അവരുടെ ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരാകാൻ സ്വർഗം വഴി തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളുണ്ടപ്പോൾ അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണേ. ഭവനമില്ലാതെ വാടക ഭവനങ്ങളിലൊക്കെ കഴിയുന്നവരുണ്ടപ്പോൾ തലചായിപ്പാൻ സ്വന്തമായ ഒരു ഭവനം ഒരുക്കണേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ചില നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടി ഭാരപ്പെടുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമേ, മാനിക്കണമേ, വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം 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 കർത്താവെ. ഈ സമയം ദൈവമായ കർത്താവ് ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഒന്ന് കൊണ്ട് തരിക. ചെറുതും വലുതുമായി കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന അനവധി ജീവിതങ്ങളുണ്ട് കർത്താവ്. സ്തോത്രം സ്തോത്രം. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന മക്കൾ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെയൊക്കെ കർത്താപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ തരുന്നപ്പാ. സ്തോത്രം സ്തോത്രപ്പാ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കർത്താവെ സ്തോത്രപ്പാ. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പല്ലിൻ്റെ വേദനയും ചെവിയുടെ വേദനയും ഉള്ളവർ, ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെയൊക്കെ കർത്താപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഉറക്കമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. നാഥാ, സ്വർഗം സഹായിക്കണം. ഞങ്ങൾക്ക് സകലത്തിനും മതിയായ കർത്താവ് അവിടുന്ന് ആകയാൽ പൊന്നുകരങ്ങളിൽ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എൻ്റെ അപ്പൻ മരുന്നും വൈദ്യനും ഒരു തുള്ളി രക്തം കുത്തിവെക്കണം. എല്ലാ മക്കളെയും സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീൽ ചെയറിലും കിടക്കുകളിലും ആയിരിക്കുന്നവർ, ആശുപത്രി മുറികളിൽ അയ്യം വിളിക്കുന്നവർ, ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ എല്ലാം അപ്പൻ സൗഖ്യമാക്കും, നിശ്ചയമായി മാനിക്കും. സ്തോത്രം സ്തോത്രം കർത്താവ്. അനേക ആപത്തുകളും അപകടങ്ങളിൽപ്പെട്ട് കിടക്കുന്നു കർത്താവ്. ഉണങ്ങാത്ത വ്രണങ്ങളുമായി ഭാരപ്പെടുന്നവരുമുണ്ട്. അപ്പൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകൻ അവിടുന്ന്, മരുന്നും വൈദ്യനും അവിടുന്ന്. തൊട്ടിരിക്കാൽ സ്തോത്രം കർത്താവേ, സ്തോത്രം. ഹാലലുയ, നന്ദി പിതാവേ, സ്തോത്രം. അപ്പോൾ യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നവരുടെ ഓരോ മക്കളുടെയും യാത്രയെ കർത്താപ്പച്ചൻ കൂടെയിരിക്കണമേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്, കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ച മക്കളുണ്ട്. ഇവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ തൻ്റെ മക്കളൊക്കെയും ഹാലലുയ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ വിശ്വാസത്തിന് ഭംഗം വരാതവണ്ണം അവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി ഇറക്കണേ എന്നടിയൻ പ്രാർത്ഥിക്കുകയാണ്. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നതിന് സ്വർഗം മാനിക്കണം. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ പൂർണ്ണമായും തുടയ്ക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ കർത്താവെ. ഉപജീവനമാർഗ്ഗമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവ് ഉപജീവനമാർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവെ. വാഹനമോടിക്കുന്ന എല്ലാ മക്കളെയും കൺമണി പോലെ കാത്തുകൊള്ളണമേ കർത്താവെ. എല്ലാ നന്മയിലും അനുഗ്രഹത്തിലും ഓരോ മക്കളെയും നിറയ്ക്കണം. അനാഥരെ, വിധവകളെ കാത്തുകൊള്ളണം. മാതാപിതാക്കളെ സംരക്ഷിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ താങ്ങിക്കൊള്ളണമേ കർത്താവ്. കൊച്ചു പൈതങ്ങളെ വളർത്തിത്തരണമേ കർത്താവെ. ഞങ്ങളുടെ യുവാക്കന്മാരെ സംരക്ഷിക്കണം. വരുതാത്തിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ. അങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിലെല്ലാം ഏൽപ്പിക്കുകയാണ്. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകിയാൽ നാമം വളരട്ടെ, ആ നാമം ഉയരട്ടെ. എല്ലാ മുഴങ്കാലും യേശു കർത്താവെന്ന് പറയട്ടെ. ഹല്ലേലൂയ കർത്താവ്. എല്ലാ നാവും യേശു കർത്താവെന്ന് പറയട്ടെ. എല്ലാ മുഴങ്കാലും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങട്ടപ്പാ. സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കണം. കൃപയിൽ പുതിയനം കൂടെയിരിക്കണം. ദൈവനാമം മഹത്വപ്പെടാൻ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം 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 സ്തോത്രം.